അങ്ങനെ നമ്മുടെ പുല്ലൂരാമ്പാറന്ന് ആനക്കാമ്പോയിൽ വഴി മറിപ്പുഴ എത്താൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് കയറാൻ കേട്ടോ. ഇവിടെ തന്നെടാ 2 ബെൻഡ് ഇവിടെ തന്നെ വരുന്നുണ്ട്, അവിടെ 2 ബെൻഡ് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ, അതിൽ 2 ബെൻഡ് വരുന്നുണ്ട്. ഏതായാലും 600 മീറ്ററോളം കയറി പോകണ്ടേ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തുരങ്കപാതയുടെ വിശേഷങ്ങളാട്ടോ. പുതിയ അപ്ഡേഷനാണ്. അപ്പോൾ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് ഇവിടെ തുരങ്കപാത തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. മറിപ്പുഴക്ക് ക്രോസ് ആയിട്ടുള്ളൊരു സ്റ്റീൽ ബ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുനിയ എന്ന് പറഞ്ഞ കമ്പനി, അത് വേറെ ടീമിനാട്ടോ ഈ ബ്രിഡ്ജിൻ്റെ വർക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതാ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ടല്ലോ. ഈ ബ്രിഡ്ജ് വർക്ക് എടുക്കുന്ന പുനിയ കമ്പനീൻ്റെ യൂണിറ്റാണോ അവിടെ? ഇതാണ് 2 വരി പാത കേട്ടോ, ഒരാണെങ്കിൽ വർക്ക് എടുക്കുന്ന. ഇത് ഈ ബോർഡ് കാണുന്നതിൻ്റെ അടുത്ത് നിന്ന് ബാക്കി നമ്മുടെ പുല്ലൂരമ്പാറ വരെ 2 വരി പാത, അതിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തുരങ്കം പോകുന്ന മല, മറിപ്പുഴ സ്വർഗം കുന്ന് ഏരിയ ആണ് അതിൻ്റെ തായ്വര ഏരിയ കേട്ടോ. ഈ മല ഏതാണ്? മല ഏതായാലും നല്ല പാറ കേട്ടോ. തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം നല്ല പാറയാണ്, ഉഷാർ പാറയാണ്. അതിൻ്റെ അടിയിൽ തുറന്നു പോകുമ്പം എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇപ്പം കാണുമ്പോൾ നല്ല കരിമ്പാറ, അടിപൊളി. അതിൻ്റെ അടിയിൽ കൂടി കേട്ടോ, കറക്റ്റ് ആ ഏരിയയിലാണ് നമ്മുടെ തുരങ്കം വരുന്നത്. തുരങ്കത്തിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്താണ്. അതിന് മുമ്പായിട്ട് ഇവിടെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് സ്റ്റീൽ ബ്രിഡ്ജ് കേട്ടോ. സ്റ്റീൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം 90 മീറ്ററോളം നീളത്തിൽ വരുന്ന സ്റ്റീൽ ബ്രിഡ്ജ് ആയിരിക്കും. 3 വരി പാത, 2 വരി പാതയാണ്. അങ്ങനെയാണെങ്കിൽ 2 ബ്രിഡ്ജ് വരും അല്ലേ. അതായത് 2 തുരങ്കപാതയിൽ നിന്നും ഇങ്ങോട്ട് കയറി വരാനുള്ള, ചിലപ്പം ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ആയിരിക്കും തൽക്കാലം നിർമ്മിക്കുന്നത്. 2 കൂടി ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് വരുന്ന തോതിൽ, എന്താ വെച്ചാൽ ഈ ഭാഗത്ത് 2 വരി പാതയല്ലേ ഉള്ളൂ, പറയാൻ പറ്റില്ല. ചിലപ്പോൾ 2 ബ്രിഡ്ജ് നിർമ്മിക്കാൻ സാധ്യതയുണ്ട്. അപ്രോച്ച് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 550 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ അടക്കമാണ് അപ്രോച്ച് റോഡിൽ ഞാൻ പറഞ്ഞത്. തുരങ്കപാത കഴിഞ്ഞതിന് ശേഷം ഇതിലെയാണ് തുരങ്കപാത അങ്ങനെ പോകുന്നത് കേട്ടോ. ഇവിടെ കോൺക്രീറ്റ് കൊണ്ടുവരുന്ന മെഷീനൊക്കെ അത് പുതിയതാണല്ലോ, അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് പുതിയതാക്കിയതോ? അല്ല, അത് ഫ്രഷാണ്. അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ വീടൊക്കെ അങ്ങനെ പോകാനുള്ള, ഇതിലേ എങ്ങനെ അങ്ങോട്ട് പോകും. ഇപ്പം നമ്മുടെ തുരങ്കപാതയിലേക്ക് പോകുന്ന റോഡ് ഇതിലേ അങ്ങനെ പോയിട്ട് മറിപ്പുഴ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് അങ്ങനെ പോകും. അപ്പം നമ്മളെ തുരങ്കപാതയിലേക്ക് പോകുന്ന ഈ റോഡിൻ്റെ തൊട്ട ഏരിയയിൽ അവിടെ അവരുടെ ഗേറ്റ് ഉള്ളത്. അവിടെ പോയി നമ്മളെ മലയാളി എഞ്ചിനീയർമാരൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻ വേണം, നടന്നു പോയിട്ട് കണ്ടുവരാം. അങ്ങനെ നടന്നു പോയിട്ട് കുറേ കാണാൻ പോകുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരെ പറ്റില്ല അവിടുന്ന്. ഇപ്പം താൽക്കാലികമായിട്ടാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ അവിടെ പോയി കണ്ടു. തുരങ്കപാതയുടെ വർക്ക്, നമ്മുടെ ബ്ലാസ്റ്റിംഗ് ഇപ്പം നടക്കുന്നില്ല കേട്ടോ. തുരങ്കത്തിൻ്റെ ബ്ലാസ്റ്റിംഗ് ഇപ്പം നടക്കുന്നില്ല. അത് അന്ന് സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള അവർ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ മുകളിൽ അവർ പാറ പൊട്ടിക്കുന്ന, അതായത് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരങ്കത്തിൻ്റെ ബ്ലാസ്റ്റിംഗ് നടക്കുന്നില്ല എന്നുള്ളൂ. അതിൻ്റെ മുകളിൽ കുറേ പാറ പൊട്ടിക്കാണ്ട് അതൊക്കെ സൈസാക്കുന്ന പണികൾ അവിടെ ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്താണെന്ന് അറിയില്ല, വീഡിയോ എടുക്കാൻ അവർ അങ്ങോട്ട് ഇന്ന് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ അവർ വിടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം തുരങ്കത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞാലും മതിയല്ലോ. ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആയിക്കോട്ടെ. എന്തൊക്കെയാണ് തുരങ്കത്തിൻ്റെ ഉള്ളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. ഏതായാലും ഇതാണ് നമ്മളെ മല. ഇവിടുന്ന് കാണുമ്പോൾ കേട്ടോ അതിൻ്റെ ഭീകരാവസ്ഥ. ഇവിടെയൊക്കെ ഒന്ന് ടാറിങ് ചെയ്യണം. ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ. അതൊക്കെ പെട്ടെന്ന് ചെയ്യുമായിരിക്കും. ഈ വീട്ടുകാർക്ക്
പൊടി കൊണ്ട് ഒരു രക്ഷയില്ല. ഒരു പച്ച ഷീറ്റൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട്. അവിടെ നടന്നു പോകട്ടോ, നടന്നു പോകണതിന് കുഴപ്പമില്ല. അത് പോയി കാണാനൊക്കെ ആളുകൾക്ക് എന്താ ബ്ലാസ്റ്റിങ് നടക്കാത്തതുകൊണ്ട്, ബ്ലാസ്റ്റിങ് നടക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകാൻ അവർ ഇവിടുന്ന് ആ ഗേറ്റ്, ഇതാണ് ആ ഗേറ്റ്, ആ ഗേറ്റിൻ്റെ അവിടെ നിന്നോട്ട് വിടൂല. ബ്ലാസ്റ്റിങ് നടക്കുന്ന സമയത്ത് അവർ ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൈറൻ അവിടെ ഉണ്ട്. സൈറൻ മുഴുങ്ങിക്കഴിഞ്ഞ് 3 സൈറൻ മുഴുങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് പൊട്ടും. അപ്പം അത് ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൈറൻ, നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല. നാട്ടുകാർ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടൂല. സൈറന് ബ്ലാസ്റ്റിങ് നടക്കുന്ന ദിവസം ഏതാണോ അന്ന് ആ ദിവസം ആരെയും ആ ഭാഗത്തേക്ക് പോലും വിടൂല. അവിടെ സൈറൻ വെച്ചിട്ടുള്ളത് അവിടെ ജോലിക്കാർക്ക് വേണ്ടി മാത്രമാണ്. ജോലിക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ ആ സമയത്ത് മാറി നിൽക്കേണ്ടി വരും. അപ്പം നമ്മുടെ തുരങ്കപ്പാതത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസും അതുപോലെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. നമ്മുടെ തെക്കേറ്റം വരുന്നത് ഇത് മറിപ്പുഴ തുരങ്കപ്പാതൻ്റെ, അതുപോലെ വടക്കേറ്റം മീനാക്ഷി പാലം, മേപ്പാടി കള്ളാടി ഭാഗം. ആകെ പദ്ധതി നീളം വരുന്ന എത്ര അറിയാം? 8.735 കിലോമീറ്റർ. ഓക്കെ, അപ്പം അതിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ സ്ഥലം കുറച്ചുണ്ട് കേട്ടോ. കോഴിക്കോടിൻ്റെ ഭാഗം 3.150 കിലോമീറ്ററാണ്. പിന്നെ അതുപോലെ വയനാടിൻ്റെ ഭാഗം വരുന്നത് അത് 5.585 കിലോമീറ്റർ. രണ്ട് ജില്ലയുടെ ഭാഗങ്ങളും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ തുരങ്കത്തിൻ്റെ മൊത്തം നീളം വരുന്ന എത്രയാണ്? അപ്രോച്ച് റോഡ് ഇല്ലാതെ വരുന്നത് 8.110 കിലോമീറ്റർ. നമ്മുടെ റോഡ് എത്ര വീതിയിലാണ് വരുന്നത് അറിയോ? 10 മീറ്റർ വീതി കേട്ടോ. അതിൽ 2 മീറ്റർ നമ്മുടെ ഡ്രെയിനേജിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഫുട്പാത്ത് അതിനായിട്ട് പോകുന്നുണ്ട്. ബാക്കി 8 മീറ്ററാണ് റോഡ് വരുന്നത്. പിന്നെ നമ്മുടെ അപ്രോച്ച് റോഡ് 510 മീറ്റർ കോഴിക്കോട് ഭാഗം വരുന്നത്. അതിൽ നമ്മുടെ ഒരു സ്റ്റീൽ ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട് മറിപ്പുഴേൻ്റെ മുകളിൽ കൂടി. വയനാട് ഭാഗം അപ്രോച്ച് റോഡ് വരുന്നത് 115 മീറ്റർ. അതിലെ നമ്മുടെ ചൂരൽമല ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡിൻ്റെ മുകളിൽ നിന്നും തൊട്ടടുത്ത് തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ, അതായത് 500 മീറ്റർ വിട്ടിട്ട് ക്രോസ് പാസേജുകളുണ്ട് കേട്ടോ. അത് കറക്റ്റ് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്രോസ് പാസേജ് എന്നുണ്ടെങ്കിൽ ആ ഒരു 500 മീറ്ററിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ, റോഡിൽ പ്രശ്നമുണ്ടെങ്കിൽ പാസേജ് കൂടി രക്ഷപ്പെടാനാണോ, അതിൽ വേറെ മലയുടെ പുറത്തേക്ക് എത്തുമോ, അതല്ലെങ്കിൽ ഇപ്പുറത്ത് കൂടി മാറിയിട്ട് ഇപ്പുറത്തെ മുൻഭാഗത്തേക്ക് എത്തുന്ന തോതിലാണ് ആ പാസേജ് വരുന്നത്. അത് ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ റോഡിൻ്റെ ഉയരം വരുന്നത് 5.5 മീറ്ററാണ്. 5.5 മീറ്റർ ഉയരമാണ് വരുന്നത്. പിന്നെ അതിൽ നമ്മുടെ വേഗത അനുവദിച്ചിട്ടുള്ളത് 80 കിലോമീറ്റർ മണിക്കൂറിൽ. 2 തുരങ്കങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ വിട്ടിട്ടാണ് 2 തുരങ്കങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ മറിപ്പുഴ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ കടൽ നിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലാണ്? 678 മീറ്റർ ഉയരത്തിലാണ് ആ ഭാഗം വരുന്നത് കടൽ നിരപ്പിൽ നിന്ന്. അതുപോലെ മേപ്പാടി ഭാഗം വരുന്നത് 851 മീറ്റർ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അഗ്നിശമന നിയന്ത്രണ ഉപകരണങ്ങൾ, അതുപോലെ CCTV ക്യാമറകൾ മൊത്തം. പിന്നെ ഇരുവശങ്ങളിലും നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ടാവും. പിന്നെ പബ്ലിക് അഡ്രസ്സിങ് സിസ്റ്റം, അടിയന്തര നിർദ്ദേശം, ഒഴിപ്പിക്കൽ ഒക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് മാറ്റാനുള്ള അടിയന്തരമായിട്ടുള്ളത്, പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള അസൗകര്യമൊക്കെ ഉള്ള കേട്ടോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ വായുസഞ്ചാരം ഉറപ്പുവരുത്തും, അതിനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റാണ്. പിന്നെ ലൈറ്റ് സിസ്റ്റം തന്നെ വേറെ ലെവലാട്ടോ. ലൈറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറിൻ്റെ പകലുമാതിരി തോന്നിക്കും. അതുപോലത്തെ സിസ്റ്റമാണ് നമ്മുടെ തുരങ്കപ്പാതയിൽ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പുല്ലൂരാമ്പാറന്ന് ആനക്കാമ്പൊയിൽ വഴി മറിപ്പുഴ എത്താൻ വേണ്ടിയിട്ട് കുറച്ചങ്ങോട്ട് കയറാൻ കേട്ടോ. ഇവിടെ തന്നെ ആണ്ടാ 2 ബെൻഡ് ഇവിടെ തന്നെ വരുന്നുണ്ട്, അവിടെ 2 ബെൻഡ് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ, അതിൽ 2 ബെൻഡ് വരുന്നുണ്ട്. ഏതായാലും 600 മീറ്ററോളം കയറിപ്പോണ്ടേ. ഈ റോഡാട്ടോ നമ്മുടെ പുല്ലൂരമ്പാറയിൽ നിന്ന് വരുന്ന റോഡ് കേട്ടോ. ആ റോഡ് നേരെ ഇങ്ങനെ നമ്മുടെ മലയോര ഹൈവേ ഇതിലെ അങ്ങനെ കോടഞ്ചേരി ഭാഗത്തേക്ക് അങ്ങനെ പോകും.
ഇതാണ് നമ്മുടെ തുരങ്കപാതയുടെ അടുത്തേക്ക് പോകുന്ന ആനക്കാമ്പൊയിൽ വഴി പോകുന്ന റോഡ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തിലുള്ള 2 വരിപ്പാത ഇതുപോലെ ആവാനുള്ള കേട്ടോ. അവിടെ ഇപ്പോൾ ചെറിയൊരു 10 ഫൂട്ട് റോഡാണ്, അത് ഒക്കെ കട്ട് റോഡൊക്കെയാണ്. ഇപ്പോൾ ഇനി വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല 2 വരിപ്പാതയായിട്ട് മാറും. തുരങ്കപാതയുടെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്ന സമയത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട്, ഏതായാലും നമ്മളെ അവിടെ ആളുകളൊക്കെ ഉണ്ട്, നമ്പറൊക്കെ വിളിച്ചിട്ട് ഇനി വരുള്ളൂ. അതായത് അവിടെ കയറാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രം നമ്മൾ വീഡിയോ എടുക്കണ്ട. അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെയുള്ള വിശേഷങ്ങൾ ഇനി ഇങ്ങനെ എപ്പോൾ ഇടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇനി തുരങ്കപാതയുടെ വർക്ക് നടക്കുമ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ അനുവദിക്കുന്ന സമയത്ത് വന്ന് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.